ഈജിപ്ത് അതിർത്തിയിൽ വിപുലമായ നിർമ്മാണ ജോലികളുടെ ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തുവന്നിരിക്കുകയാണ്. ഫലസ്തീൻ അഭയാർത്ഥികളുടെ പുനരധിവാസം ലക്ഷ്യമിട്ടാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ ഇക്കാര്യം തള്ളി ഈജിപ്ത് തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. ഗസയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 28,775 ആയിട്ടുണ്ട്. മുഹമ്മദ് സ്വാലിഹ് വിവരങ്ങൾ നൽകും. സ്വാലിഹ്, ഇപ്പോൾ റഫ ലക്ഷ്യം വെച്ചുകൊണ്ട് കരയാക്രമണം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് ഇസ്രായേൽ എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്. എന്താണ് നിലവിലെ സാഹചര്യം? റഫേൽ കരയാക്രമണം നടത്താൻ വേണ്ടിയുള്ള പദ്ധതികൾ രൂപപ്പെടുത്തി അത് രാഷ്ട്രീയ നേതൃത്വത്തിന് മുന്നിൽ സമർപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഇസ്രായേൽ സൈന്യം എന്നതാണ് ഏറ്റവും അവസാനമായി ഇസ്രായേലിൽ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ഈ പദ്ധതി രൂപരേഖ ഗസയിലെ റഫ ആക്രമിക്കുന്നത് എങ്ങനെയായിരിക്കണമെന്ന രൂപരേഖ അടുത്തയാഴ്ച രാഷ്ട്രീയ നേതൃത്വത്തിന് സമർപ്പിക്കും. പിന്നീട് ഈ രാഷ്ട്രീയ നേതൃത്വം വാർ ക്യാബിനറ്റ് അടക്കം കൂടി ഇതിന് അനുമതി നൽകുന്നതോടെയായിരിക്കും വലിയ തോതിലുള്ള കരയാക്രമണവും മറ്റ് ആക്രമണങ്ങളും റഫേൽ ഇസ്രായേൽ സേന നടത്തുക എന്നതാണ് വിവിധ നിരീക്ഷകർ വിവക്ഷിക്കുന്നത്. പിന്നീടുള്ളത് ഈ ആക്രമണത്തിന് പിന്നാലെ റഫേൽ തടിച്ചുകൂടിയിരിക്കുന്ന ലക്ഷക്കണക്കിന് മനുഷ്യർ എങ്ങോട്ട് പോകുമെന്നുള്ള ഭീതിയാണ് തുടരുന്നത്. ഇതിന് മറ്റൊരു റിപ്പോർട്ട്, ഈ സാഹചര്യത്തിലാണ് മറ്റൊരു റിപ്പോർട്ട് വരുന്നത്. ഈ റഫ അതിർത്തിയോട് ചേർന്ന ഈജിപ്തിലെ സിനായ് പ്രവിശ്യയിൽ ഫലസ്തീനി അഭയാർത്ഥികൾക്കായി ഒരു തടങ്കൽ പാളയമെന്ന രൂപേണയുള്ള ഒരു കെട്ടിട നിർമ്മാണം നടക്കുന്നു എന്നതാണ് ഈ റിപ്പോർട്ട്. 7 മീറ്റർ ഉയരമുള്ള മതിലോട് കൂടിയ 20.7 സ്ക്വയർ കിലോമീറ്റർ വിസ്തീർണമുള്ള ഒരു തടങ്കൽ പാളയമാണ് ഇവിടെ ഒരുങ്ങുന്നത് എന്നതാണ് പ്രത്യേകത. ഇത് ഗസയിലെ അഭയാർത്ഥികൾക്കുള്ളതല്ല എന്ന് ഈജിപ്ത് വിശദീകരിക്കുമ്പോഴും ഈജിപ്തിൻ്റെ തന്നെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ പേര് വെളിപ്പെടുത്താതെ തങ്ങൾക്ക് ഇപ്രകാരം ലഭിച്ച ഒരു ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊരു നിർമ്മാണം നടത്തുന്നത് എന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട്. വാൾ സ്ട്രീറ്റ് ജേണൽ അടക്കം ഇത് സംബന്ധിച്ച വിവിധങ്ങളായ റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 100,000 പേർക്കാണ് ഈ സ്ഥലത്ത് താമസിക്കാനാകുക എന്നും വാൾ സ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നീടുള്ളത് റഫയിലെ മറ്റു തരത്തിലുള്ള ആക്രമണങ്ങളാണ്. ഇപ്പോൾ അൽ നാസർ ആശുപത്രി, ഗസയിലെ ഏറ്റവും അവസാനത്തേതായ അഭയകേന്ദ്രമായിരുന്നു അൽ നാസർ ആശുപത്രി. അൽ നാസർ ആശുപത്രിക്ക് സമീപമടക്കം വലിയ തോതിലുള്ള ആക്രമണങ്ങൾ കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നു. ഇതിന് പിന്നാലെ ഇവിടെ വൈദ്യുതി വിച്ഛേദിക്കപ്പെടുകയും വൈദ്യുതി ഇല്ലാത്തത് മൂലം ICUവിൽ അടക്കം കഴിഞ്ഞ നിരവധി പേർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. ഇപ്പോഴും ഗസയിൽ വിവിധയിടങ്ങളിൽ ഇസ്രായേൽ സേന ആക്രമണം തുടരുകയാണ്. ഇതിന് പിന്നാലെ വരും മാസമായ റമദാനിൽ, മുസ്ലിങ്ങളുടെ വിശുദ്ധ മാസമായ റമദാനിലും ആക്രമണം തുടരുമെന്ന് ഇസ്രായേൽ വ്യക്തമാക്കുകയാണ്. ബെന്നി ഗാൻസ് അവസാനമായി പറഞ്ഞിരിക്കുന്നത്, ഇസ്രായേലി മന്ത്രിയാണ് ബെന്നി ഗാൻസ്, റമദാനിലുടനീളം തങ്ങൾ തീതുപ്പുന്നത് തുടരും എന്നതാണ് ഏറ്റവും അവസാനമായും ഇസ്രായേലി മന്ത്രി പ്രതികരിക്കുന്നത്. ദിവ്യ.